വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ബീഹാറിൽ AK-47 തോക്ക് ഉപയോഗിച്ചതും ദില്ലിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതുമടക്കം ഉന്നയിച്ച അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം കടുപ്പിച്ചു. എന്നാൽ ബഹളത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷം ധർമ്മേന്ദ്ര പ്രധാനെതിരെ പ്രതിഷേധിച്ചു. I rise to move for leave to introduce the Public Examinations Bracket Prevention of Unfair Means Amendment Bill 2026. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അതിക്രൂരമായി നേരിട്ട സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്രതിഷേധങ്ങൾക്കിടയിലാണ് ലോക്സഭയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമഭേദഗതി ബില്ല് കേന്ദ്ര പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചത്. ബില്ലിൽ ചർച്ച തുടങ്ങാൻ സ്പീക്കർ ഓം ബിർള അംഗങ്ങളെ ക്ഷണിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. വിദ്യാർത്ഥികളെ റോഡിലൂടെ വലിച്ചിഴച്ച് തല്ലിച്ചതയ്ക്കുകയാണ് പോലീസ് ചെയ്തതെന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. വിദ്യാർത്ഥി സമരത്തെ ചോരയിൽ മുക്കുകയാണ് പോലീസ് ചെയ്തതെന്ന് ജോൺ ബ്രിട്ടാസും ആഞ്ഞടിച്ചു. We always say that India is mother of democracy. The capital city of the mother of democracy has been drenched with the blood of the innocent children of this country. Innocent children. റിപ്പോർട്ടർ ദില്ലി.